കണ്ണൂരിൻ്റെ സ്വന്തം വരപ്രസാദ മാതാവ്. തിരുസഭയുടെ പഠനമനുസരിച്ച് പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിക്കുന്ന 4 വിശ്വാസ സത്യങ്ങളുണ്ട്. ദൈവമാതൃത്വം, മറിയത്തിൻ്റെ നിത്യകന്യകാത്വം, അമലോത്ഭവം, സ്വർഗാരോപണം. ഈ 4 വിശ്വാസ സത്യങ്ങളുടെയും അടിസ്ഥാനം കെട്ടിപ്പടുത്തിരിക്കുന്നത് ദൈവവരപ്രസാദം ലഭിച്ചവൾ അഥവാ ദൈവകൃപ ലഭിച്ചവൾ എന്ന പുണ്യവിശേഷണത്തിലാണ്. ഇംഗ്ലീഷിൽ ഈ വിശേഷണത്തെ അവർ ലേഡി ഓഫ് ഗ്രേസ് അഥവാ മദർ ഓഫ് ഡിവൈൻ ഗ്രേസ് എന്ന് പറയുന്നു. കണ്ണൂർ രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥയാണ് വരപ്രസാദ മാതാവ്. ഈ സ്വർഗീയ മധ്യസ്ഥതയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ്. അന്നേ ദിവസം രൂപതയുടെ സ്ഥാപന ദിനം. കണ്ണൂർ രൂപതയുടെ മുൻ ഇടയനായ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ ജന്മദിനം, രൂപത കാര്യാലയത്തിൻ്റെ ഉദ്ഘാടന ദിനത്തിൻ്റെ സ്മരണ എന്നിവ ആഘോഷിക്കപ്പെടുന്നു. വരപ്രസാദ മാതാവിൻ്റെ തിരുസ്വരൂപം ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്. ആഭരണവിഭൂഷിതയായ പരിശുദ്ധരാജ്ഞി തൻ്റെ കരങ്ങളിൽ ഉണ്ണിയേശുവിനെ വഹിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ഒരു ചരടിൽ കെട്ടിയ ചെറിയ പക്ഷിയെയും ആ ചരടിൻ്റെ മറ്റേയറ്റം ഉണ്ണീശോയുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നതായും കാണാം. ഇത് സൂചിപ്പിക്കുന്നത് സകല സൃഷ്ടിജാലങ്ങളുടെയും സംരക്ഷണം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നതാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജപമാല ലുത്തീനിയായിൽ ദൈവവരപ്രസാദ മാതാവ് എന്ന് 6-ാം വിശേഷണമായി പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ. ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്താ വേളയിൽ മറിയത്തെ അഭിസംബോധന ചെയ്ത് അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെയാണ് ദൈവകൃപ അഥവാ ദൈവവരപ്രസാദം എന്നൊക്കെ വിളിക്കുന്നത്. ദൈവവരപ്രസാദം ലഭിച്ചവൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവസന്നിധിയിൽ പ്രീതി കണ്ടെത്തിയവൾ അല്ലെങ്കിൽ കൃപ കണ്ടെത്തിയവൾ എന്നൊക്കെയാണ്. കത്തോലിക്ക യുവജന മതബോധന ഗ്രന്ഥം യുകാറ്റ് 338-ാം ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു. കൃപാവരം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ സൗജന്യവും സ്നേഹപൂർണവുമായ ദാനമാണ്. അവിടുത്തെ സഹായപ്രദമായ നന്മയാണ്. ദൈവത്തിൽ നിന്ന് വരുന്ന സജീവത്വമാണ്. ദൈവവിളി എന്നത് ദൈവം മനുഷ്യന് നൽകുന്ന കൃപാവരത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ സ്വർഗീയ പദ്ധതിയുടെ വ്യവസ്ഥയിൽ ഒരു പ്രത്യേക ദൗത്യം നിറവേറ്റുന്നതിന് ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വ്യക്തി അത് നിറവേറ്റുന്നതിന് ആവശ്യമായ പ്രത്യേക അനുഗ്രഹങ്ങളും നേടുന്നു. ഇതിനെ ദൗത്യത്തിൻ്റെ കൃപ എന്ന് വിളിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരുന്നതിനും ദൈവത്തിൻ്റെ മാതാവാകുന്നതിനും മറിയത്തിന് തൻ്റെ ദൈവവിളിയോട് സഹകരിക്കുവാൻ ദൈവകൃപയുടെ പൂർണ്ണത ആവശ്യമായിരുന്നു. ഈ കൃപയുടെ അനന്യമായ നിറവും സർവശക്തനായ ദൈവത്തിൻ്റെ ആനുകൂല്യവും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയത്തെ അവളുടെ ഉദ്ഭവത്തിൻ്റെ നിമിഷം മുതൽ ഉത്ഭവ പാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടുവെന്നാണ് സഭ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് മറിയത്തിന് ദൈവവരപ്രസാദം ലഭിച്ചത്? ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ തൻ്റെ വിളിയെക്കുറിച്ച് ഗബ്രിയേൽ ദൂതനാൽ അറിയിച്ചപ്പോൾ അതിന് വിശ്വാസത്തിൻ്റെ സ്വതന്ത്ര സമ്മതം നൽകാൻ പ്രാപ്തയാകേണ്ടതിന് മറിയം ദൈവകൃപയാൽ നയിക്കപ്പെടേണ്ടിയിരുന്നു. അതിനാലാണ് മറിയത്തിന് ദൈവവരപ്രസാദം ലഭിച്ചത്. ദൈവകൃപാവരത്തോട് പൂർണ്ണമായി സഹകരിച്ചതുകൊണ്ടാണ് മറിയം കൃപാവരത്തിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ മറിയം തൻ്റെ അനുസരണ, വിശ്വാസം, ശരണം, ജ്വലിക്കുന്ന സ്നേഹം എന്നീ പുണ്യങ്ങൾ കൊണ്ട് ആത്മാക്കൾക്ക് അതിസ്വാഭാവിക ജീവൻ പുനഃസ്ഥാപിച്ചു കൊടുക്കുവാനുള്ള രക്ഷകൻ്റെ വിളിയിൽ സഹകരിച്ചതിനാൽ കൃപാവരത്തിൻ്റെ ക്രമത്തിൽ അമ്മയാണ്. മറിയത്തിൻ്റെ നിത്യകന്യകാത്വത്തെക്കുറിച്ചുള്ള വിശ്വാസ സത്യം പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ ജനനത്തിന് മുൻപും ശേഷവും അവൾ കന്യകയായി തുടർന്നു എന്നാണ്. അതിനെ ദൈവത്തിനായുള്ള അവളുടെ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രതിഫലനമായി കാണാം. ഈ കന്യകാത്വം അവളുടെ പരിശുദ്ധി, അവിഭാജ്യത, ഭക്തി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുള്ള തുറവി എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ ഗുണങ്ങളാണ് പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളായിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. മറിയത്തിൻ്റെ കൃപയുടെ മഹത്വപൂർണമായ പൂർത്തീകരണമാണ് തൻ്റെ ഇഹലോകവാസത്തിൻ്റെ പരിസമാപ്തിയിൽ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നുള്ള വിശ്വാസ സത്യം. കർത്താവ് അവളെ എല്ലാറ്റിൻ്റെയും രാജ്ഞിയായി ഉയർത്തി. ഈ പദവി അലങ്കരിക്കപ്പെടുന്നത് ശാശ്വതമായി വാഴുന്ന രാജാവായ യേശുക്രിസ്തുവിൻ്റെ മാതാവ് എന്ന വിശേഷണത്തിൽ നിന്നാണ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി എന്ന നിലയിൽ ക്രിസ്തുവിൽ നിന്ന് അർഹമായ കൃപകൾ വിതരണം ചെയ്തുകൊണ്ട് മറിയം മനുഷ്യരാശിക്ക് വേണ്ടി
മാധ്യസ്ഥം വഹിക്കുന്നു. അതിനാൽ വരപ്രസാദ മാതാവ് എന്ന മറിയത്തിൻ്റെ പദവി അവളുടെ സ്വർഗീയ രാജ്ഞി പദവിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം മറിയം ഇപ്പോഴും ഈ പങ്ക് പൂർണ്ണ മഹത്വത്തിൽ നിർവഹിക്കുന്നു. നമുക്ക് നിത്യരക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ തൻ്റെ വിവിധ തരത്തിലുള്ള മാധ്യസ്ഥം വഴി തുടർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. കൃപയുടെ ആത്യന്തിക ഉറവിടം യേശുവായിരിക്കെ ദൈവഹിതത്താൽ മറിയത്തെ ദൈവിക അനുഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു മധ്യസ്ഥയായി കാണുന്നു. പരിശുദ്ധ കന്യകാമറിയം തനിക്ക് കിട്ടിയ വരപ്രസാദത്തെ പൂർണ്ണമായി ലോകത്തിൻ്റെ നന്മയ്ക്കായി നൽകുന്നുണ്ട്. ഇവയെ രണ്ടു രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമതായി, വരപ്രസാദ മാതാവ് അത്യുന്നത കൃപയായ യേശു ക്രിസ്തുവിനെ ലോകരക്ഷകനായി നൽകി. രണ്ടാമതായി, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മറിയം യേശുവിൻ്റെ പക്കൽ നിന്ന് നമുക്ക് ആവശ്യമായ വരങ്ങളും ദാനങ്ങളും നേടിത്തരുന്നു. തനിക്കു കിട്ടിയ ദൈവകൃപയെ സൗജന്യമായി ദൈവമക്കളുടെ നന്മയ്ക്കായി നേടിക്കൊടുക്കുന്ന മറിയത്തിൻ്റെ ഹൃദയത്തിൻ്റെ വലിപ്പം കാനായിലെ കല്യാണ വിരുന്നിലെ വീഞ്ഞിൻ്റെ അഭാവം പരിഹരിച്ചു കൊടുക്കുമ്പോഴും അപമാനത്തിൻ്റെ വക്കിലെത്തിയ കുടുംബത്തിൻ്റെ കണ്ണുനീർ കാണാനുള്ള കാരുണ്യത്തിൻ്റെ കണ്ണുകളുണ്ടാകുമ്പോഴും നമുക്ക് ദർശിക്കാം. ആ കുടുംബത്തിൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങൽ കേൾക്കുവാനുള്ള കനിവിൻ്റെ കാതുകൾ അമ്മയ്ക്ക് ലഭിച്ചത് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച കൃപയുടെ ആഴത്തിൽ നിന്നുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ കൃപയ്ക്കു കീഴിൽ ജീവിച്ചാൽ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. അതിനാൽ നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, മറിച്ച് കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ്. ദൈവസ്നേഹം നമ്മിൽ നിറയുമ്പോൾ ദൈവവരപ്രസാദം അഥവാ ദൈവകൃപ നമ്മിലേക്ക് ചൊരിയപ്പെടുന്നു. പരിശുദ്ധ കന്യകയുടെ ജീവിതം മുഴുവനും മാനുഷിക നിയമത്തിന് കീഴിലല്ല, മറിച്ച് ദൈവകൃപയാൽ ആയിരുന്നു. ദൈവവരപ്രസാദത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ ഭേദിക്കാതെ തന്നെ ദൈവ തിരുവിഷ്ടം അവരിൽ നിറവേറ്റുന്നു എന്നതാണ്. അതുകൊണ്ടാണ് മറിയത്തിന് ദൈവത്തിൻ്റെ തിരുവുള്ളത്തോട് പ്രത്യുത്തരിക്കുവാൻ സാധിച്ചത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. കണ്ണൂർ രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപതയുടെ വരപ്രസാദമാണ് അമ്മ. കഴിഞ്ഞുപോയ ഇന്നലെകളിലും കടന്നു പോന്ന വഴികളിലും പ്രകാശഗോപുരമായി നമ്മുടെ സ്വർഗീയ മധ്യസ്ഥ നിലകൊള്ളുന്നു. കൃപ നിറഞ്ഞവളായി തൻ്റെ പുത്രൻ്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് അനുഗ്രഹങ്ങളുടെ വരമാരി ചൊരിയുന്ന സ്വർഗത്തിൻ്റെ മുദ്ര പേറുന്ന ഈ അമ്മയോട് നമുക്ക് ചേർന്നു നിൽക്കാം. ഉള്ളിൽ ഉയരുന്ന ദൈവീക ശബ്ദത്തിന് ചെവി കൊടുക്കാം. മിഴികൾ പൂട്ടി സ്വർഗീയ സൗന്ദര്യത്തിൻ്റെ നിർവൃതിയിലേക്ക് ലയിക്കാം.